ഗ്രാമ നാടകോത്സവം എന്ന് പറയുന്ന ഒരു അനുബന്ധിച്ച് അതിന്റെ പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മൾ ചിത്രരചന നടത്തുന്നത്. വേലൂർ പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ നിന്നും പുറത്തുനിന്നുള്ള ചിത്രകാരന്മാരും ഒക്കെ വന്ന് വരയ്ക്കാറുണ്ട്. 2016 നാടകോത്സവം ആരംഭിക്കുന്നത്. 2016 തന്നെ ആദ്യത്തെ പ്രചരണ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നാടകോത്സവത്തിന്റെ പ്രചരണ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ചിത്രരചന തുടങ്ങിയത്. സമൂഹ ചിത്രരചന എന്ന നിലയ്ക്ക് ഞാനൊരു 60 മീറ്ററോളം നീളം വരുന്ന ക്യാൻവാസിൽ വിവിധ പ്രദേശങ്ങളിൽ ആർട്ടിസ്റ്റുകൾ വരുന്നു. ഇവിടെ പ്രധാനപ്പെട്ട കുറെ ആർട്ടിസ്റ്റുകൾ വന്നിട്ട് ചിത്രം വരച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ സമൂഹ ചിത്രരചന എന്ന് പറയുന്ന ഒരു 9ാമത്തെ ചിത്രരചന നടക്കുന്നത്. ശരിക്കും 8ാമത്തെ നാടകോത്സവമാണ്, പക്ഷെ 9ാമത്തെ ചിത്രരചന. കാരണം ഒരു വർഷം നമുക്ക് കൊറോണ കാരണം നാടകോത്സവം നടക്കാതെ പോയി. അങ്ങനെ 8 വർഷം കഴിഞ്ഞ 9 വർഷം, ഇതിപ്പോൾ ഈ വർഷം കൂടി 9ാമത്തെ വർഷം നമ്മുടെ ചിത്രരചന നടക്കുകയാണ്. നല്ല പങ്കാളിത്തം, ഒരു നാടിന്റെ ഭാഗമായിട്ടുള്ള നല്ല രസമായിട്ടുള്ള പങ്കാളിത്തം ഉണ്ടാവാറുണ്ട് നാടകോത്സവത്തിന്. 1000-ലേറെ ആളുകൾ നാടകോത്സവത്തിൽ പങ്കെടുക്കാറുണ്ട്. ഈ വർഷം ഏപ്രിൽ 4 മുതൽ 4, 5, 6, 7 തീയതികളിലാണ് നാടകോത്സവം നടക്കുന്നത്. നാടകങ്ങൾ സെലക്ട് ആയി വരുന്നുള്ളൂ. ഗ്രൗണ്ടിൽ, സ്കൂളിന്റെ ഗ്രൗണ്ടിലാണ് നാടകോത്സവം നടക്കാറുള്ളത്. നാടകോത്സവത്തിനെ തുടർന്നിട്ട് നമ്മൾ ഇതിന്റെ ഭാഗത്ത് പുസ്തകോത്സവം നടക്കാറുണ്ട്. കാരണം ഇവിടെ ഒരു പൂരം നടക്കാറുണ്ട്, ഒരു മണിമലർക്കാവ് പൂരം എന്ന് പറയുന്ന ആ പൂരത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പുസ്തകോത്സവം നടക്കും. സാധാരണ പുസ്തകം ഒരു പൂരത്തിന് അലുവ കച്ചവടമൊക്കെയാണ് സാധാരണ ഏറ്റവും കൂടുതൽ ഉണ്ടാവില്ല, പൊരി അങ്ങനത്തെ ഉള്ള കച്ചവടമായിരിക്കും. ഇവിടെ നമ്മൾ അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ഈ പറഞ്ഞ പോലെ തന്നെ 9 വർഷങ്ങളിലും 8ാമത്തെ നാടകോത്സവം 9 വർഷമായിട്ട് നമ്മൾ ഈ പുസ്തകോത്സവം സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പുസ്തകോത്സവത്തിന്റെ ഭാഗമായിട്ട് നാട്ടിൽ ഒരുപാട് പേര് വരുന്നു, പുസ്തകം വാങ്ങുന്നു, അത് വായിക്കുന്നു. അപ്പൊ അത് തന്നെ ഒരു വലിയ രീതിയിലുള്ളൊരു പങ്കാളിത്തം അതിനുണ്ടാവാറുണ്ട്. പിന്നെ ചിത്രകലാ ക്യാമ്പ് തന്നെ, പ്രധാനപ്പെട്ട വലിയ വലിയ ചിത്രകാരന്മാർ നടക്കുന്ന ചിത്രകലാ ക്യാമ്പ് സംഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ ആ ചിത്രകലാ ക്യാമ്പ് അങ്ങനെ തുടങ്ങിയിട്ട് വൈവിധ്യമാർന്ന പരിപാടികളിലൂടെയാണ് നമ്മൾ ചെയ്യാറ്. നിങ്ങൾ വരുന്ന വഴി കണ്ടിട്ടുണ്ടാവും ഈ മാവുകളിൽ മുഴുവൻ, അത് നിങ്ങൾക്ക് റെക്കോർഡ് കണ്ടിരുന്നു, ഗ്രാമകൻ ഉണ്ടായിരുന്നു. അത് തുടങ്ങിയിട്ടുള്ള ഇവിടുന്ന് നിങ്ങൾ കാണുന്ന കുറെ മാവുകള്, മതിലുകളൊക്കെ നമ്മൾ പെയിന്റ് ചെയ്യും, ചിത്രം വരയ്ക്കും. ഈ ഗ്രാമത്തിലെ പ്രചരണ പ്രവർത്തനത്തിലായിരിക്കും മാവൊക്കെ ശരിക്കും നല്ല ഭംഗിയിൽ തന്നെ അത് ഒരു കാണാവുന്ന രീതിയിൽ തന്നെയാണ് ഭംഗി ഉണ്ടായിരിക്കും. അത് വരയ്ക്കുന്നത് ചിത്രങ്ങളല്ല, എഴുതിയതാണെങ്കിൽ പോലും അതിന്റെ ഒരു ഭംഗി ഉണ്ട്. അപ്പൊ ആ രീതിയിലേക്കുള്ള പല പ്രചരണ രീതി കൂടിയാണ് നമ്മൾ അതിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ. നാട്ടിൽ ഒരുപാട് പേര്, എല്ലാ തരത്തിലുള്ള ആളുകളും കൂടി ചേർന്നിട്ട് ഭയങ്കര മനോഹരമായ രീതിയിൽ ഗ്രൗണ്ട് നമ്മൾ ഒരുക്കും. അപ്പൊ അത് വ്യത്യസ്തമായ രീതിയിൽ ആ ഗ്രൗണ്ട് തന്നെ കാണാൻ തന്നെ ആളുകൾ എത്താറുണ്ട്. പിന്നെ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പ്രധാനപ്പെട്ട നാടക പ്രവർത്തകർ ഇപ്പോൾ വന്നിട്ട് നാടകം കളിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പ്രധാനപ്പെട്ട അമേച്വർ നാടകങ്ങൾ, സാധാരണ പ്രൊഫഷണൽ നാടകങ്ങളല്ല, അമേച്വർ നാടകങ്ങളാണ് നമ്മൾ ഇതിൽ ചെയ്യാറുള്ളത്. അപ്പോൾ അമേച്വർ നാടകങ്ങൾ എന്നുള്ള നിലയ്ക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട ആളുകൾ മുഴുവൻ വന്നിട്ട് നാടകം കളിച്ചിട്ടുള്ള വേദി. ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ നാടകം കളിക്കുക എന്നുള്ള ഏതാണ്ട് എല്ലാ നാടക പ്രവർത്തകർക്കും ഒരു ആഗ്രഹം പോലും വന്നിട്ടുള്ളൊരു നാടകോത്സവമായിട്ട് മാറിയിട്ടുണ്ട്. ഈ വരയ്ക്കുന്നതൊക്കെ കുട്ടികളൊക്കെ ഇവിടെ അടുത്തുള്ള കുട്ടികളാണോ? കുട്ടികൾ പല സ്കൂളിലെ കുട്ടികളും ഇവിടെ നാട്ടിലുള്ള കുട്ടികളൊക്കെ തന്നെയാണ്. കുട്ടികൾ മാത്രമല്ല, പ്രധാനപ്പെട്ട ഫൈൻ ആർട്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾ വരെ. അഭിമന്യു എന്ന് പറയുന്ന ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചിരുന്ന ചിത്രകലാ ക്യാമ്പായിട്ട് ബന്ധപ്പെട്ട ആളാണ് ഉദ്ഘാടനം തന്നെ ചെയ്തത്. നമുക്ക് സമൂഹത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്താണ്? അങ്ങനെ ഒരു മെസ്സേജ് എന്നുള്ള ഒരു ചിത്രത്തിന്റെ മെസ്സേജ് എന്നുള്ളതിലുപരി നമ്മൾ നാടകോത്സവം തുടങ്ങേണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ തന്നെ പരസ്പരം ഒന്നിച്ചിരിക്കാനുള്ള സ്ഥലങ്ങളില്ലാതായിട്ടുണ്ട്. ജാതി എന്നൊക്കെ പറഞ്ഞ രീതിയിൽ, മതം എന്ന് പറഞ്ഞ രീതിയിൽ, അല്ലെങ്കിൽ സ്വന്തം എന്ന് പറയുന്ന രീതിയിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ചെറിയ ചെറിയ ഇടങ്ങളായിട്ട് ചുരുങ്ങുകയാണ്. ഇപ്പോൾ കുറച്ച് വീടുകൾ അവരുടെ കുടുംബക്കാരൊരു സദ്യ നടക്കുന്നു, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ചെറിയ ചെറിയ സമൂഹത്തിൻ്റെതായിട്ടുള്ള ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ, ഒരു പണ്ട് കാലത്തുണ്ടായിരുന്ന ക്ലബ്ബുകളെ പോലുള്ള സംഭവങ്ങളോ പണ്ടത്തെ സംഭവം. ഇപ്പൊ നാടകം ഫുട്ബോളിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്, എല്ലാം ആളുകളും ഒന്നിപ്പിക്കും. ഫുട്ബോളായാലും നാടകമായാലും ക്രിക്കറ്റിനൊന്നും അങ്ങനെ സംഭവമില്ല. അത് 2 വ്യക്തികൾ അപ്പുറത്തപ്പുറത്ത് നിന്നിട്ട് ബാക്കി ആളുകൾക്കൊക്കെ അങ്ങനെ ഒരു ഐക്യത്തിന്റെ കാര്യം തീരല്ല എന്നല്ല, എന്നാലും നാടകത്തിനും ഫുട്ബോളിനും ലോകത്ത് മുഴുവൻ ഒരു സംഭവമാണ് ഈ പറയുന്ന ഐക്യം രൂപപ്പെടുന്നത്. അപ്പൊ അങ്ങനെ എല്ലാ ആളുകൾക്കും ഇരിക്കാനും എല്ലാ ആൾക്കും ഇടപെടാനുള്ള ഒരു സംഭവം എന്നുള്ള നിലയ്ക്കാണ് നമ്മളിത് ആരംഭിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്രാമത്തിന്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ വലിയ രീതിയിൽ നമ്മളത് സംഘടിപ്പിക്കാൻ പറ്റാത്ത, അത് ഈ നാട്ടിലെ എല്ലാ ആളുകളും കൂടി ചേർന്നിട്ടുള്ള ഒരു ഇടപെടലിന്റെ ഒക്കെ ഭാഗമാണ്. ഭൂരിഭാഗം ആളുകൾ കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നിറയെ ആളുകൾ ഇന്ന് രാവിലെ ഒരു 9:30 കഴിഞ്ഞിട്ടാണ് തുടങ്ങിയത്. ഇന്നൊരു ഉച്ചവരെയൊക്കെ ഉണ്ടാവുക. കാലത്തൊക്കെ നിറയെ ആളായിരുന്നു. ആർക്ക് വേണേൽ വരയ്ക്കാം. ഒരു ഒപ്പെങ്കിലും വെച്ച് നാടകോത്സവത്തോട് ഇതായിട്ട് പോവാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ രീതിയിലാണ് നമ്മളതിന്റെ എല്ലാ ആളും വരാവുന്ന ആളുകൾ മുഴുവൻ വന്നിട്ട് ഇന്ന് വൈകുന്നേരത്തോട് അറിയും. ആളുകളൊക്കെ വന്ന് സൈൻ ചെയ്തൊക്കെ വന്നിട്ട് നിങ്ങൾ തിരിച്ചു വരുമ്പോൾ ഒരു പക്ഷേ കാണാൻ പറ്റും. സൈനെങ്കിലും ചെയ്തിട്ട് ചെയ്യാന്നുള്ളതായിരിക്കും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ഒരു ഇതുണ്ടാക്കിയത്. അപ്പോൾ നാടകോത്സവങ്ങൾ വരണം. 4 മുതൽ 8 വരെ ആയിരിക്കും. വൈകിട്ടുണ്ടാകും. ഇവിടെ
നമ്മളിപ്പോൾ ഈ ഒരു നാടകം കഴിഞ്ഞ് അങ്ങനെ ഇറങ്ങി പോകാന്നുള്ളത് മാത്രമല്ല, ഒരു നാടകത്തിന്റെ ഭാഗമായിട്ട് ഈ നാട്ടിൽ ഒരുപാട് ആളുകൾ വന്നിട്ട് ഗ്രൗണ്ട് ഒന്ന് ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ ദിവസം സാരികളെ കൊണ്ടായിരുന്നു, നിറയെ സാരികൾ വെച്ചിട്ടുള്ള, ഈ നാട്ടിലെ ആളുകൾ മുഴുവൻ സാരികൾ കൊണ്ടുവന്ന് തരുന്നുണ്ട്. ഒരു സ്ത്രീയെ സംബന്ധിച്ച് സാരി കൊടുക്കുക എന്നുള്ളത് ഭയങ്കര പ്രശ്നമാണ്. ഏത് കാലത്തുകാരെയാണെങ്കിലും അവരെടുക്കും. പക്ഷെ നമ്മുടെ നാടകോത്സവത്തിൽ നാടകോത്സവത്തിനോടുള്ള ഐക്യപ്പെടലിന്റെ ഭാഗമായിട്ടാണ് ആളുകൾ ആ സാരികളൊക്കെ കൊണ്ടുവന്ന് നിങ്ങൾ വിളിച്ചു കൊണ്ടുവന്നിട്ടൊക്കെ തരുന്ന ഒരു സംഭവമാണ്. അങ്ങനെ ആയിരക്കണക്കിന് സാരികൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളതിന്റെ ഓരോ കാലത്തും വ്യത്യസ്തമായിരിക്കും. ഒരു വർഷം ആദ്യത്തെ വർഷം നമ്മൾ വലിയ തെങ്ങും തോപ്പ് പോലെ ആക്കിയിട്ടാണ് ഈ ഗ്രൗണ്ട് മുഴുവൻ വലിയ തെങ്ങും തോപ്പ് പോലെ ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ഓരോ കാലത്തും ഒരു അശോകൻ ചെയ്യാന്ന് പറഞ്ഞൊരു വ്യക്തിയായിരിക്കും അതിന്റെ ആളാണ് പുള്ളി ഡിസൈൻ ചെയ്യുക, അതിന്റെ സ്റ്റേജ് മറ്റേ എന്താ പറയുക ഗ്രൗണ്ട് ഡിസൈൻ ചെയ്യുന്നത്. ഓരോ കാലത്തും ഓരോ തരത്തില് ഓരോ വ്യത്യസ്തങ്ങളായിട്ടുള്ള സംഭവങ്ങളായിരിക്കും. അങ്ങനെ അതന്നെ ആളുകളെ ഒരു അട്രാക്ട് ചെയ്യുന്ന ഒരു തരത്തിലാണ്. പിന്നീട് അത് കഴിഞ്ഞാൽ ഒരു നാടകം കഴിഞ്ഞാൽ ഇറങ്ങിപ്പോലും മാത്രമല്ല, അത് കഴിഞ്ഞ് ഒരു കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് എല്ലാവരും ഒരു കഞ്ഞിയൊക്കെ കുടിച്ചപ്പോൾ വീട്ടിലാർക്കും ഭക്ഷണം ഇല്ലാത്തതിന്റെ പ്രശ്നമല്ല, മറിച്ച് ഒരു സംഭവം കഴിഞ്ഞ് അതെങ്ങനെ കണ്ട് അവനവൻ്റെതായിട്ട് ചെറുതായ ഗ്രൂപ്പുകളായിട്ട് പോകലല്ല, ഒരു കഞ്ഞിയൊക്കെ കുടിക്കാൻ അത് ചൂടാറി കഴിക്കുന്ന സമയം വരെ കുറച്ചുകൂടി സമയം ഇരുന്ന് വർത്താനൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു കൂട്ടായ്മ സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു സംഭവം എന്നുള്ളതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുമായിട്ട് ചിത്രകലാ ക്യാമ്പുണ്ടായിരിക്കും അതിനോട് ഒപ്പം ചേർന്നില്ല. അതും ലൈവായിട്ട് വലിയ ആർട്ടിസ്റ്റുകളൊന്നും ചിത്രം വരയ്ക്കും. ഒരു 5 ദിവസമൊക്കെ നീണ്ടുനിൽക്കുന്ന ചിത്രകലാ ക്യാമ്പായിരിക്കും. ഒരു ചിത്രം ഇന്ന് തുടങ്ങിയാൽ അത് 5-ാമത്തെ ദിവസമാണ് പൂർത്തിയാകും. അപ്പോൾ വരുന്ന ആളുകൾക്ക് ഓരോ ദിവസവും വ്യത്യസ്ത അനുഭവങ്ങളായിരിക്കും. അങ്ങനെ വൈവിധ്യമായിട്ട് കുറെ പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് അതിന്റെ ഒരു ഡിസൈനൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഗ്രാമകം നാടകോത്സവം എന്നുള്ള പേരിലാണ് നാടകോത്സവം നടക്കുന്നത്. അത് ഇഫ് ക്രിയേഷൻസ് എന്ന സംഘടന ആണ് അതിന്റെ രജിസ്ട്രേഷൻ, സംഘടനയുടെ പേരിലാണ്. പക്ഷെ ഗ്രാമകം നാടകോത്സവം എന്നുള്ള പേരില്, പിന്നെ ഗ്രാമകം കൾച്ചറൽ അക്കാദമി ഉണ്ട്. അതുപോലെ തന്നെ പല പല സ്ഥലങ്ങളിലും ചെയ്യുന്നുണ്ടോ? ഇവിടെ തന്നെയാണ് ഗ്രാമകം, ഇവിടെ തന്നെ വേലൂർ പഞ്ചായത്തിന്റെ നമുക്കൊരു ഓഫീസിന്റെ ചെറിയ വായനശാലയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഗ്രാമകം കൾച്ചറൽ അക്കാദമി എന്ന് പറഞ്ഞിട്ട് സംഭവമുണ്ട്. അപ്പൊ അതാണ് അതിന്റെ ഓർഗനൈസ് ചെയ്യുന്നത് ഗ്രാമകം എന്നുള്ള പേര്.